എന്തായാലും കുറെ കാലത്തിന് ശേഷം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണല്ലോ അല്ലേ നൈതി? അപ്പൊ കുറച്ച് ലിപ്സ്റ്റിക്കെല്ലാം ആവാം അല്ലേ? Oh my god, this got changed. Oh, that's honest. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബീനമ്മാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും സൂപ്പർ ഹാപ്പി ആയിട്ട് നീ എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാഞ്ഞതടി? പലരും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? നിങ്ങളിൽ പലരും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എനിക്കറിയാം. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. തംബ്നെയിലിൽ കൊടുത്തതുപോലെ തന്നെ എല്ലാ സംശയത്തിനുള്ള മറുപടി ഞാൻ തരാം. പല രസകരമായ അസംഷൻസും പ്രസ്താവനകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കൂടിയിട്ടുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ യൂട്യൂബിൽ ഇപ്പൊ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അതിനാൽ തന്നെ ഞാൻ ഇത്രയും ഗ്യാപ്പ് എടുത്ത്. ആ ഒരു ഗ്യാപ്പ് എടുത്തപ്പോ നിങ്ങളിൽ കുറച്ച് ആൾക്കാർ, കുറേ ആൾക്കാരെന്നല്ല കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ഇൻസ്റ്റഗ്രാം കുറച്ചു കാലം വീഡിയോസ് ഇടാണ്ട് ഇൻസ്റ്റഗ്രാമിലത്തെ മെസ്സേജസ് ഒക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എന്താ പറയാ, എന്താ വീഡിയോസ് ഇടാത്ത ചേച്ചി ഇനി മുതൽ വീഡിയോസ് ഇടൂലേ ചേച്ചി? ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടും ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടും ആ ചേച്ചി ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും പൊടി പിടിച്ച് കിടക്കാണ്, ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും, പിന്നെ പലതരം പ്രസ്താവനകൾ. ഞാൻ പ്രഗ്നന്റ് ആണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. വന്നിട്ട് ആണോ എന്നല്ല ചോദിക്കുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണ്, അതായത് ചേച്ചി പ്രഗ്നന്റ് ആണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വന്ന് പറയുന്നത്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു ദേഷ്യം വന്നു, എന്താ ഇങ്ങനെ പറയാം. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സസ്പെൻസ് ആക്കി വെക്കുന്നതാണ്. കറക്റ്റ് 3 മാസത്തോളം ആവാനായല്ലോ. സാധാരണ ഗർഭിണികൾ അങ്ങനെയാണല്ലോ, ഒരു പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം ആരോടും പറയാണ്ട് വെക്കുകയാണല്ലോ ചെയ്യാം. അപ്പൊ അവരതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ, പിന്നെ എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, കാലിന് വയ്യേല് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണോ വീഡിയോസ് ചെയ്യാത്ത, അങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എനിക്കൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് എനിക്ക് വീഡിയോ ഇടാണ്ട് നിന്നത് കൊണ്ട് യൂട്യൂബ് എനിക്കൊന്നും തന്നിട്ടില്ല. പക്ഷേ എങ്കിൽ യൂട്യൂബിനെ കൊണ്ട് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വരാണ്ട് നിന്നപ്പോൾ എന്നെ അന്വേഷിച്ചിട്ട് വരാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായി എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് എന്നെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിനിടയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് വാങ്ങിയ റീസെന്റ് ആയിട്ട് വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നല്ല, കുറച്ച് കാലമായല്ലോ അടുക്കളയിലേക്ക് ഒന്ന് നന്നായി പെരുമാറിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വന്നപ്പോൾ, അതായത് അടുക്കളയിൽ നന്നായി ഒന്ന് പെരുമാറണം പണ്ടത്തെ പോലെ തോന്നിയപ്പോൾ ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ്. കുറേയൊന്നുമില്ല, വെറും 3 പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഡസ് വാലി അറിയാലോ എല്ലാവർക്കും, നല്ല ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇൻഡസ് വാലിൻ്റെ ഞാൻ കാസ്റ്റ് അയേണിൻ്റെ ഒരു കടായും ഒരു തവയും മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ 3 പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. ആദ്യം ഈ ഒരു കടായിയാണ്. ഇതിന്റെ കൂടെ ഒരു ലിഡും കൂടെ വരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാൻ വേണ്ടിയ ഒരു ക്വാളിറ്റി, നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല എളുപ്പത്തിൽ ചൂട് കിട്ടിയിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട് അതിനകത്ത്. രണ്ടാമതാണ് നമ്മൾ ഈ ഒരു സാധനമാണ് വാങ്ങിയത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനത്തത് ഞാൻ എവിടെയും, അതായത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ട് അവളെടുത്തും കൂടെ റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റും കൂടെ വാങ്ങിയത്. നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് വീഡിയോസ് എടുക്കാനാണെങ്കിലും, പിന്നെ വൈഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും ഇങ്ങനെ ഇളക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് നേരത്തെ മൂടി വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ മൂടി തന്നെ നമുക്ക് ഇതിനും യൂസ് ചെയ്യാം. 3ാമത്തെ പ്രൊഡക്റ്റാണ് ഈ ഒരു തവ. ഇതും പറയാണ്ടിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചൂട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ചൂട് നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പൊറോട്ട ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വാങ്ങിയതിനകത്തുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് 100% ആയിട്ട് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ 3 പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉദ്ഘാടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം
ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരു കടായിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് കോവക്ക വറവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമേ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് കയറും. അതുപോലെ തന്നെ ചൂട് കയറിയാലും കുറച്ച് സമയം നിൽക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഭക്ഷണവും ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ % ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കോവക്ക വറവ് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നൈതികൂട്ടനെ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതാവുന്ന സമയം കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യം കേട്ടിട്ട് വാ. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത് എന്നുള്ളത് നാവൊന്നും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. കാരണം കുറേ ആയല്ലോ ഇതുപോലെ വളവളവളാന്ന് വർത്താനം പറട്ടെ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ക്ഷമിച്ചേക്കണം. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലാസ്റ്റ് നാട്ടിലേക്ക് പോയത് ഓണത്തിന്റെ ടൈമിലാണ്, സെപ്റ്റംബറിൽ. അപ്പൊ അതിന് പോകുന്നതിന്റെ ഒരു 5-6 ദിവസം മുന്നേ എനിക്ക് ചെറുതായിട്ട് പുറം വേദന വന്നു. പുറം വേദന എന്ന് പറഞ്ഞാൽ ഒരു 1.5 പുറം വേദന, നടുപ്പുറത്ത് നല്ല അടിപൊള വേദന. അങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഭയങ്കര പെയിൻ ആയിരുന്നു. പിന്നെ നാട്ടിൽ പോകുന്നതിന്റെ അറിയാലോ, തിരക്കും ബഹളമല്ല, അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും. പിന്നെ അതിന് മുന്നേ കുറച്ച് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻ വീഡിയോസ് എടുത്ത് തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വെച്ചിട്ട് അതും എടുക്കാനുള്ള തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ യൂട്യൂബ് വീഡിയോ, ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷെ ഞാൻ പാളിപ്പോയി, ഫെയിൽ ആയിപ്പോയി. അത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെ ഞാൻ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റിയിൽ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോസ് ഒക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നേ, ആദ്യം തന്നെ അവിടെ ഒരു ഗ്യാപ്പ് വന്നേ. ഓണത്തിന്റെ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ അതും എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നാട്ടിൽ പോയ ആ ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, ചാട്ടം, മറിയല്, തുള്ളല്. ആ ഒരാഴ്ച ഞാൻ വേദന പോലും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിപ്പോയി. ഓണത്തിന്റെ ദിവസം മാത്രം ഞങ്ങൾ വീട്ടിലിരുന്നില്ല. ബാക്കി എല്ലാ ദിവസവും അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പൊ അറിയാലോ, ഒരു അൺപാക്കിംഗ് ബഹളം ഉണ്ടാവുമല്ലോ വീട്ടില്. അതും ഞാൻ ചെയ്തു. ആ സമയത്തും ഞാൻ വേദന തിരിച്ചറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോ ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. എനിക്ക് തിരിയാനും അറിയാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നതെല്ലാം പോട്ടെ, നമുക്ക് വീട്ടിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബാക്കിൽ കുറച്ച് മുകളിലോട്ടേക്കായിട്ട്, നടുപ്പുറം തന്നെ പറയാം, ആ സ്ഥലത്ത് കുറച്ച് മസിൽസ് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ടൈറ്റ് ആയിട്ട് കിടക്കുകയാണ്. അത് നമുക്ക് എക്സസൈസ്, ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും കുറച്ച് ദിവസം. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് എടുക്കാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പാടില്ല. 10 മിനിറ്റ് ഇരുന്നാൽ 10 മിനിറ്റ് നടക്കണം, 10 മിനിറ്റ് നടന്നാൽ 10 മിനിറ്റ് ഇരിക്കണം, 10 മിനിറ്റ് ഇരുന്നാൽ 10 മിനിറ്റ് കിടക്കണം. അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് അതിനുള്ള ഇതെടുത്ത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സങ്കടമായിപ്പോയി മനസ്സിൽ. അതായത് നമ്മൾ അങ്ങനെ കറക്റ്റ് ഒന്നിങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തേങ്ങാക്കൊല വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ ദൈവമേ, ഞാൻ എന്തെങ്കിലും ഒന്നിങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതായത് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു ടെൻഷൻ, ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത്. അതുകൊണ്ട് ഭയങ്കര ടെൻഷനും സങ്കടവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഞാനും സായുജും കൂടെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ സായുജന്റെ അടുത്ത് പറഞ്ഞു, നീ ആദ്യം നിന്റെ മെന്റൽ പീസ് നോക്കുക, എന്നിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാം. അതിപ്പോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാം, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ബോഡിക്ക് കുറച്ച് ഫുൾ റെസ്റ്റ് കൊടുത്തു. അങ്ങനെ എന്താ പറയാ, ഭയങ്കരമായിട്ട് കുറച്ച് കാലത്തേക്ക് വീടൊന്നും ക്ലീൻ ചെയ്തിട്ടേ ഉണ്ടായില്ല. എന്റെ വീടിന്റെ ഒക്കെ കോലം കണ്ട നിങ്ങൾ ഓടുകയാണ്, അമ്മാതിരി കോലത്തിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നുണ്ടായിരുന്നു. അപ്പൊ സായിജ് പറഞ്ഞത് ഞാൻ ആലോചിച്ചപ്പോ ഓക്കെ ശരിയാണ്, അപ്പൊ പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റ് ആവാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ഓക്കെ പറഞ്ഞ്. അങ്ങനെ വീട് ക്ലീനിങ് ഒന്നുമില്ല, അത്യാവശ്യം കുറച്ച് കുക്കിംഗ് മാത്രം, വയ്യാത്തപ്പോ പുറത്തുനിന്ന് വാങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ആ ഫിസിയോതെറാപ്പിയെല്ലാം കഴിഞ്ഞ് ഏകദേശം ബോഡി ഒന്ന് സെറ്റ് ആയപ്പോ പിന്നെ എന്റെ ബോഡി കംഫർട്ട് സോണിന്ന് പുറത്ത് വരുന്നില്ല ഗൈസ്. അതായത് മടി പിടിച്ച് പുതപ്പം മൂടി കിടന്നുറങ്ങുകയായിരുന്നു അവിടെ. സത്യമായിട്ടും ഞാൻ പിന്നെ സാധിച്ച് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, മോളെ വീഡിയോസ് എടുക്കണ്ടേ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര പുറം വേദനയാവും, ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് പുറം വേദനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഞാൻ അതുവരെ ഒരു കാരണാക്കിയിട്ട് മടി, അതാണ് സത്യം പറഞ്ഞാൽ മടി. അതിങ്ങനെ ബ്രാക്കറ്റിലിട്ടിട്ട് മടി, അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ, വേറെ ഒന്നും ആയിരുന്നില്ല. ആദ്യത്തെ ആ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നിങ്ങനെ റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ മടി പിടിച്ചിരുന്നു. പിന്നെ പ്രൊമോഷൻ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും അപ്ലോഡ് ചെയ്തു എന്നല്ലാണ്ട് ഞാൻ കമന്റ്സ് പോലും കുറെ കാലത്തേക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കമന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ലേസി അംബീഷ്യസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അതുപോലെ. അതായത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്നില്ല, ലേസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അതായിരുന്നു എൻ്റെ അവസ്ഥ.
അപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയായിരുന്നു. പിന്നെ അതായത് ചെയ്യണം, എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാത്തതാണ് എൻ്റെ സങ്കടം. എന്നാൽ അത് ചെയ്യണ്ടേ, അത് ചെയ്താലല്ലേ ഇത് മാറുള്ളൂ, അത് ചെയ്യുന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ, വൃത്തികെട്ട ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്ക് കൂടിയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ മെസ്സേജസ് ഇങ്ങനെ വരുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവാറുണ്ടായിരുന്നു. ചിലതൊക്കെ മോട്ടിവേഷൻ ആവാറുണ്ട്. ചില ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, എടി ഞാൻ നിനക്ക് എന്തെങ്കിലും എന്താ പറയുക ഇമോഷണലി ഹെൽപ്പ് എന്തെങ്കിലും വേണോ, എന്തുകൊണ്ടാണ് വീഡിയോസ് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ എൻ്റെ അടുത്ത് പറയാന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല എന്താ പറയുക, നമ്മളെ ഫോളോവേഴ്സ് മാത്രമല്ല, എൻ്റെ ഫോളോവേഴ്സായ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അങ്ങനെയല്ലേ പറയാ, അവരും എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഇടാത്ത, നിനക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ചില സമയത്ത് മോട്ടിവേറ്റഡ് ആവും, പക്ഷെ എന്നാലും ഞാൻ വീഡിയോ എടുക്കൂലായിരുന്നു, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു കാലം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് മടി പിടിച്ച് സുഖിച്ചിങ്ങിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് എന്താണ് ഒരു ഫ്ലോ കിട്ടുന്നില്ല സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും കേൾക്കുമ്പോൾ ഇവിടെ ഇത്രയും സ്പീഡിൽ സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ ഇത്രയും കാലം വീഡിയോസ് ഇടാത്തതിന്റെ പ്രശ്നമായിരിക്കും, അത് ഗ്രാജുവലി ശരിയാവും. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടയ്ക്ക് ചിലപ്പം ബ്രേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പച്ച പിടിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുന്ത്രാണ്ടം വന്ന് എൻ്റെ തലയിൽ പോകും. അപ്പോൾ അതൊക്കെ മാറ്റി നിൽക്കട്ടെ, അത് പിന്നെയുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴായി പ്രസന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ സായുജിന്റെ കൂടെയുള്ള വീഡിയോസ് ഇടാനുണ്ട്, നൈതികുട്ടന്റെ വീഡിയോസ് ഇടാനുണ്ട്, പിന്നെ എന്താണ് ഫാമിലി വ്ളോഗ്സ്, നമ്മളൊരു Q&A ബാക്കിയുണ്ട്. അതൊക്കെ എപ്പോഴോ ഉള്ള Q&A, അതൊന്നും ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണം. ഞാനങ്ങനെ വിശേഷം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളെ കോവക്ക വറവെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, നല്ല ജ്യൂസി ആയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ്. ഞാൻ ഈ വളവള പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ പാത്രങ്ങൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാനും കൂടി മറന്നു വേണ്ട കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യണ്ടേ. അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വീഡിയോസും ചെയ്യണമെങ്കിൽ എൻ്റെ ഊർജ്ജം എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, നിങ്ങളാണ്. അപ്പോൾ ഇത്രയും കാലം എന്നെ കാണാണ്ടായപ്പോൾ അന്വേഷിച്ച് വന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് കമൻറ്റ് ബോക്സിലേക്കൂടെ എന്താണ് എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണേണ്ടത്, അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ പറയാം. ഇനി അങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യുക, എന്നാലേ എനിക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ കോവക്ക വറവെല്ലാം റെഡിയായപ്പോൾ നൈതികുട്ടന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ കൂടെ കുറച്ച് സമയം കളിക്കുന്നതാണ്, എന്നിട്ട് വേണം അവനെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് കിട്ടിയപ്പോൾ അത് എടുത്തിട്ട് അവൻ്റെ കൂടെ ഡാൻസ് കളിക്കുക. അപ്പോൾ അവനും കൂളിംഗ് ഗ്ലാസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നമ്മളെ ഇനിയുള്ള വീഡിയോസും കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.